സാറേ വ്ളോഗിങ് തുടങ്ങിയോ സാറേ? ഇത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സമരം ഓരോ ദിവസവും. സമീപകാല അനുഭവത്തിൽ ഇത്രയും ആവേശം നിശ്ചയദാർഢ്യമുള്ള ഒരു സമരക്കാരെ കണ്ടു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഇവിടെ നിന്ന് മുന്നോട്ടില്ല. മാത്രമല്ല, പോലീസിന്റെ കിരാത നടപടിയിൽ ഗുരുതരമായ പരിക്ക് ഉള്ള ആൾക്കാർ പോലും വീൽ ചെയറുകളിൽ ഇങ്ങോട്ട് വന്നു. ഇവർ ജയിലിക്കുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പൊ ഡൽഹി പോലീസിന്റെ പുതിയ ദൗത്യം എന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുക. എന്താ കാരണം, ചെറുപ്പക്കാരുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് ഇന്റർനെറ്റാണ്. അപ്പോൾ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങള്, സംസാരങ്ങള് ഒന്നും പുറം ലോകത്തെ അറിയിക്കില്ലല്ലോ എന്നുള്ള ധാരണയിലാണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു മനോഗതിയും, അതായത് സർഗാത്മകതയുടെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരു ഒരു തനതായിട്ടൊരു തങ്ങളെ മർദ്ദിച്ച പോലീസുകാരെ പോലും തേടി പിടിച്ചിട്ട് അവർക്ക് അഭിനയകാംക്ഷികൾ അയക്കുന്ന ഭക്ഷണപ്പൊതികള്, ഫലങ്ങള്, പഴങ്ങള്, വെള്ളക്കുപ്പികളെല്ലാം കൈമാറുക. ഇതിലിങ്ങനെ മർദ്ദനം നടത്തിയ പോലീസുകാര് ഇവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഒരു ചടപ്പുണ്ടാവും. പക്ഷെ അവരും കൂടി ഇപ്പോൾ ഈ ഒരു ധാരയിലേക്ക് ലയിച്ച് ചേർന്നിരിക്കുന്നു. വളരെ ഒരുപക്ഷെ ഏതൊരു പൗരനും ആവേശം സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള രംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സമരം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സമസ്ത തലങ്ങളെയും ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ദേശത്തെ രക്ഷപ്പെടുത്താൻ ഉതകുന്നത്. എന്നെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. നരേന്ദ്രമോദി രാവിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പക്ഷെ മുമ്പൊരു ടെലിപ്രോംപ്റ്റർ ഉണ്ടായിരുന്നു, ആ ടെലിപ്രോംപ്റ്ററിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. കർക്കശമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ടിപ്പോ അമിത്ഷായെ കൊണ്ട് ഒരു ബില്ല് തയ്യാറാക്കിച്ചിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കാനും തീരുമാനിച്ചു. അഭിനവ സർദാർ പട്ടേൽ എന്ന് പറഞ്ഞിട്ടല്ലേ ഈ അമിത്ഷാ ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നത്. അപ്പൊ ആ ബില്ലൊന്നും, ആ നിയമമൊന്നും ഏശിയിട്ടില്ലേ? നിയമമല്ല പ്രശ്നം, നിയമം നടപ്പിലാക്കാനുള്ള ആർജവമാണ് ഇല്ലാത്തത്, ആത്മാർത്ഥതയാണ് ഇല്ലാത്തത്, സുതാര്യതയാണ് ഇല്ലാത്തത്. ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരെ ഈ ഒരു സമരപഥത്തിലേക്ക് നയിച്ചത് ഈ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയും കെടുകാര്യസ്ഥതയും. സാറേ വ്ളോഗിങ് തുടങ്ങിയോ സാറേ? ഇത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സമരം ഓരോ ദിവസവും. സ്വാഭാവികമായിട്ട് എന്താ കാരണം എന്ന് വെച്ചാല് ഈ ഒരു സമരത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. സാർ എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ? ഞാൻ എല്ലാ ദിവസവും വരും. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ, आप कहाँ से? बिहार से आ रहे, अभी महाराष्ट्र से काफी लोग है, देश का ये कोने कोने से लोग आते रहते। कब से आप इधर है? 4-5 दिन हो गए। 4-5 दिन हुआ है। नहीं वापस नहीं जाना है क्या? जाना है। तो ये खत्म हुआ था। ये खत्म होना मतलब ഇത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കേരളത്തിൽ നിന്ന് കുറെ പേര് വരണമെന്ന് ഒരുപാട് പേര്. ഞാനിപ്പോ അവിടെ ചെന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ എന്റെ കൈയൊക്കെ പിടിച്ചു സെൽഫി എടുക്കുന്നുണ്ട്. യഥാർത്ഥത്തില് ഏവർക്കും ഒരു ആവേശമാണ്. അത് കേവലപരമായിട്ട് തങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണോ അല്ലയോ എന്നുള്ളതല്ല പ്രധാനം. അതിനപ്പുറത്ത് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തെ സർഗാത്മകമാക്കാൻ എന്റെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സാധനമുണ്ട്. എന്താണ്? പ്രൊട്ടസ്റ്റ് അവർ റൈറ്റ് ആണ്. ഈ പ്രൊട്ടസ്റ്റും കൂടി ചേരുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത്. ഡിസന്റ് എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ്.